നമസ്കാരം, ഏവർക്കും ചാനൽ വിദ്യാധിരാജയിലേക്ക് സ്വാഗതം. വായിച്ച പുസ്തകങ്ങൾ സ്വന്തം വീട്ടുമുറ്റത്ത് പരിചയപ്പെടുത്തി നടന്നുവന്ന വായനാമുറ്റം ചർച്ചാ സദസ്സുകൾ സമാപിച്ചു. ഭാഷയ്ക്കും ഭാവിക്കും വേണ്ടി വീട്ടിലൊരു ഗ്രന്ഥാലയം എന്ന സന്ദേശത്തോടെ പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയം സംഘടിപ്പിച്ച ഭവന ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടമായ വായനാമുറ്റം പുസ്തക പരിചയ സദസ്സുകൾ സമാപിച്ചു. മലയാള ഭാഷാ വിഭാഗവും സ്കൂൾ ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ച ഭവന ഗ്രന്ഥാലയം പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ 42 വീടുകളിൽ നടന്നു. ഭവന ഗ്രന്ഥാലയം ഒരുക്കൽ, പുസ്തക വായന, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, പത്രവായനയിൽ നിന്നും സമകാലിക വിജ്ഞാനം രേഖപ്പെടുത്തൽ തുടങ്ങിയ ഘട്ടങ്ങൾ പൂർണ്ണമാക്കിയവരുടെ വീടുകളിലാണ് പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടമായ വായനാമുറ്റം പരിപാടി സംഘടിപ്പിച്ചത്. ഊരമന, രാമമംഗലം, കരിമുകൾ, വടയമ്പാടി, ഐരാപുരം എന്നിവിടങ്ങളിലാണ് വായനാമുറ്റം ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിച്ചത്. രോഹിത് ആർ ശങ്കർ, നിരഞ്ജൻ ഡി നായർ, അനിരുദ്ധ് അനൂപ്, ദേവിക അജിത്, മീനാക്ഷി രഞ്ജിത്ത് എന്നിവർ ഈ പ്രദേശങ്ങളിൽ വായനാമുറ്റം പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജൂൺ 19 വായനാ ദിനത്തിൽ വീട്ടിലൊരുക്കിയ ഭവന ഗ്രന്ഥാലയത്തിൽ നിന്നും പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെയാണ് വിദ്യാർത്ഥികൾ വായനാമുറ്റങ്ങളിൽ പരിചയപ്പെടുത്തിയത്. അയൽക്കാരെയും ബന്ധുക്കളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി നടന്ന ചർച്ചാ സദസ്സുകളിൽ 100-ലധികം പേർ പങ്കെടുത്തു. ശനിയാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ നടന്ന വായനാമുറ്റം പരിപാടികളിൽ സ്കൂൾ മാനേജർ ശ്രീനി സി, പ്രിൻസിപ്പൽ മനോജ് മോഹൻ, പരമഭട്ടാര ഗുരുകുല വിദ്യാപീഠം ട്രസ്റ്റ് അംഗം NR സജീവ്, മലയാള ഭാഷാ വിഭാഗം അധ്യക്ഷൻ KG ശ്രീകുമാർ, സാംസ്കാരിക പ്രവർത്തകരായ TP രഘുനന്ദൻ, പ്രദീപ് കുമാർ MG എന്നിവർ പ്രസംഗിച്ചു.